ജനനായകൻ. സോറി ഫോർ ദ ലൈറ്റ്. കുറച്ച് നേരം വൈകി വീഡിയോ ചെയ്യാനായിട്ട്. അത് കാരണം ലൈറ്റിൻ്റെ കുറവുണ്ടാവും, ക്ഷമിക്കുക. പടത്തിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഞാനൊരു വിജയ് ഫാനാണ്. അപ്പം അതുകൊണ്ട് റിവ്യൂ ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷേ എന്നിരുന്നാലും കൂടി ഒരു ഫാൻ എന്നുള്ള നിലയിലുള്ള റിവ്യൂ നിങ്ങൾ കാണണ്ട. എൻ്റെ ഒപ്പീനിയനാണ് ഞാൻ പറയണത്. പടത്തിനെ കഥ വയസ്സ് നോക്കുകയാണെങ്കിൽ നല്ല കഥയുള്ള ഒരു സിനിമയാണ്. മേക്കിംഗ് സൈഡ് കുഴപ്പമില്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അത്ര ഗംഭീരമായിട്ടുള്ള വിഷ്വൽസ് ഉള്ള സിനിമയാണ്. പക്ഷെ അത് ഫുള്ള് AI കൊണ്ട് ചെയ്തത് കൊണ്ട് എനിക്ക് ഭയങ്കര ഒരു നെഗറ്റീവ് പറയാനായിട്ട് ഫസ്റ്റ് എനിക്ക് അതാണുള്ളത്. ഫുൾ AI, മുക്കാഭാഗം AI ആണ്. അത് കുറച്ചും കൂടിയും നാച്ചുറലായിട്ട് ചെയ്യായിരുന്നെങ്കിൽ, AI അല്ലാണ്ട് ശരിക്കും ഷൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വിഷ്വലി വേറെ ലെവലാവണ ഒരു സിനിമയാണിത്. പക്ഷേ അതിൻ്റെ ബഡ്ജറ്റിൻ്റെ പ്രോബ്ലം ആണോ എന്താണോ എന്ന് എനിക്കറിയില്ല. ഇനിയിപ്പോൾ ചിലപ്പോൾ ഇനി അതിൽ ഇടയിൽ ഇനി ആഡ് ചെയ്തതാണോ എന്ന് എനിക്കറിയില്ല. ഇതൊരു വിജയ് ഫാൻസിന് വേണ്ടിയിട്ടുള്ളൊരു സിനിമയാണ്. അതേപോലെ കുറച്ച് രാഷ്ട്രീയക്കാർക്കും കൂടി പറയാനുള്ളൊരു സിനിമയാണ്. ഒരു മെസ്സേജ് കൊടുക്കുന്ന ഒരു സിനിമയാണ്. മെസ്സേജ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലൂസിഫറിലൊക്കെ പറഞ്ഞു പോയ പോലത്തെ ടൈപ്പ് വേറൊരു ടൈപ്പ് മെസ്സേജാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഇതിന്ന് അത് കട്ട് ചെയ്ത് കളയാണ്ട് അത് അതേപോലെ തന്നെ സിനിമ റിലീസാക്കിയിട്ടുണ്ട്. അത് ആള് CM ആയതുകൊണ്ടാവാം എനിക്ക് തോന്നുന്നു, അറിയില്ല. ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാൻ പറ്റും എന്തുകൊണ്ടാണ് ഈ സിനിമ റിലീസ് ചെയ്യിക്കാണ്ടിരുന്നത് എന്നുള്ള ഉത്തരം ഈ സിനിമയിൽ തന്നെ ഉണ്ട്. നല്ല വൃത്തിയിൽ കൊടുക്കുന്നുണ്ട് രാഷ്ട്രീയക്കാർക്കും. രണ്ട് പക്ഷം ഇതിൽ പറയുന്നുണ്ട്. സപ്പോർട്ട് ചെയ്യണവർക്കും കൊടുക്കുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യാത്തവർക്കും കൊടുക്കുന്നുണ്ട്. എങ്ങനെ സപ്പോർട്ട് ചെയ്യണമെന്ന് വരെ ഈ സിനിമയിൽ പറയുന്നുണ്ട്. രാഷ്ട്രീയക്കാർക്ക് ഇഷ്ടപ്പെടില്ല ഈ സിനിമ. കുറച്ച് പേർക്ക് ഇഷ്ടപ്പെടാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ വിജയ് സിനിമകളിൽ കണ്ടിട്ട് വരുന്ന കുറേ ചളികൾ ഈ സിനിമയിൽ ഞാൻ പ്രതീക്ഷിച്ചാണ് ചെന്നത്. എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ചളികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. മാസ്മരികമായിട്ടുള്ള കുറേ സീനുകളൊക്കെ ഉണ്ട്. ഭയങ്കര ബിൽഡപ്പൊക്കെ കൊടുത്തിട്ടുണ്ട്. നെഗറ്റീവ് എന്ന് പറയാനാണെങ്കിലുള്ള കേസാണ് ഞാനിത് പറയണത്. ഒരു വിജയ് ഫാൻ എന്ന നിലയിൽ ഹാപ്പിയാണ്. 100% ഞാൻ ഹാപ്പി ഇല്ലെങ്കിലും കൂടി ഹാപ്പിയാണ്. കാരണം വൺ ലാസ്റ്റ് ഡാൻസാണ്. അപ്പം അത് കുറച്ചും കൂടി ഗംഭീരമായിട്ടുള്ളൊരു സംഭവം ചെയ്യാമായിരുന്നു. പക്ഷേ ഇത് മലയാള ഓഡിയൻസിന് വേണ്ടിയിട്ട് പോലെ മലയാളത്തിലുള്ള ഫാൻസുകാർക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള പടമല്ല. ആളുടെ നാട്ടിലത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള സിനിമയാണ്. അങ്ങനെ കാണാനാണെങ്കിൽ ഓക്കെ. അതല്ല ഇത് നമുക്കും കൂടിയും വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള സിനിമയാണെന്നുള്ള രീതിയിൽ നിങ്ങളിത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പറ്റില്ല ഈ സാധനങ്ങളൊന്നും. പിന്നെ മമിത ബൈജു നന്നായിട്ടുണ്ട്. ഞാൻ ഭയങ്കര ഓവറായിട്ടുള്ള ഒരു സംഭവമാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷേ എങ്കിൽ പോലും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. എന്നാലും കളിയാക്കലുകൾ കേൾക്കാം. അത് വിജയുടെ സിനിമ ആയതുകൊണ്ട്, വിജയുടെ സിനിമയിൽ അഭിനയിച്ചതുകൊണ്ടും അവരുടെ സിനിമയിലുള്ള സ്ക്രീൻ പ്ലേ ഒക്കെ അങ്ങനെയാണ്. പിന്നെ ബാലയുടെ സിനിമയുടെ റീമേക്കാണെന്ന് അറിയാമല്ലോ എല്ലാവർക്കും. അതുകൊണ്ട് തന്നെ ആ സിനിമ ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് ഈ പടത്തിൻ്റെ കഥ അറിയില്ല. ഞാൻ ആദ്യമായിട്ടാണ്. സ്പേസ് ഇല്ല ഗൈസ്, അതുകൊണ്ട് എളുപ്പമല്ല വീഡിയോ ചെയ്യാനായിട്ട്. ഭയങ്കര സീനാണ്. അപ്പോൾ ആ പടത്തിൻ്റെ അത്രയ്ക്ക് നന്നായിട്ടുണ്ടോ മോശമായിട്ടാണോ ചെയ്തേക്കണേന്ന് എനിക്ക് കമ്പയർ ചെയ്ത് പറയാൻ പറ്റില്ല. കാരണം ഞാൻ ആ പടം കണ്ടിട്ടില്ല. പക്ഷെ എല്ലാവരും പറയണത് നന്നായി ചെയ്തിട്ടുണ്ടെന്നാണ്. പിന്നെ പറയാനാണെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ പിന്നെ പറയണ്ടല്ലോ, അനിരുദ്ധാണ് പിന്നിപ്പെടലെടുത്തിട്ടുണ്ട്. വിഷ്വലി അടിപൊളി സിനിമയാണ്. ക്ലൈമാക്സിൽ ഹെലികോപ്റ്ററിൻ്റെ ഉള്ളിലുള്ള സീനൊക്കെ ഉണ്ട്. അതൊക്കെ ക്യാമറ മൊമെൻ്റ് ഒക്കെ വേറെ ലെവലാണ്. അതൊക്കെ എൻഗേജിങ് ആണ് പടം. പക്ഷേ ചിലർക്ക് ഇഷ്ടാവും, ചിലർക്ക് ഇഷ്ടാവില്ല എന്നാണ് പറയാൻ പറ്റുള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ എൻഗേജ് ആയിട്ട് ഇരുന്നുണ്ട്. ബിൽഡപ്പൊക്കെ എനിക്ക് അടിപൊളിയുണ്ട്. ഫസ്റ്റ് ഹാഫൊക്കെ വേറെ ലെവലായിട്ടുണ്ട്. പിന്നാലും ഭയങ്കര ബിൽഡപ്പ് കൊടുത്ത പോലെയൊക്കെ ഫീൽ ചെയ്യുമെങ്കിൽ പോലും ഒരു പക്ക വിജയ് ഫാൻസിന് തൃപ്തികരമായിട്ടുള്ള ഒരു പടമായിരിക്കില്ല കേരളത്തിൽ വെച്ച് നോക്കുമ്പോൾ. തമിഴ്നാട്ടിൽ പിന്നെ പറയണ്ട, വേറെ ലെവലായിരിക്കും. കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ വിജയന് എല്ലാവരും കൊടുത്തിട്ടുള്ള ഒരു സാധനമാണ് നാടിനെ കാക്കുന്നവൻ, നാടിൻ്റെ രക്ഷകൻ എന്നുള്ളൊരു തലവനാണ്. അത് ഈ സിനിമയിൽ ഉണ്ട്. വിജയ് സിനിമയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ പ്രതീക്ഷിക്കണ സാധനങ്ങൾ തന്നെയാണ് ഇതിലുണ്ടാവുള്ളൂ. അതല്ലാണ്ട് ഭയങ്കര ഒരു കഥയാണ്, ഭയങ്കര സാധനം എന്ന് വെച്ചിട്ട് പോയി കാണരുത് ഒരിക്കലും. അതല്ല, എന്താ പറയുക, വിഷമം ഉണ്ടാവും. കാരണം അവിടെ പടം നിർത്തി. ഞാൻ ചെറുപ്പം തൊട്ട് എൻ്റെ ഇപ്പം ഈ വയസ്സ് വരെ
കണ്ടൊരു നടനാണ്. ഏറ്റവും കൂടുതൽ സിനിമകൾ ഫസ്റ്റ് ഷോ കണ്ടിട്ടുള്ള നടനാണ്. എൻ്റെ ചൈൽഡ്ഹുഡിൻ്റെ ഒരു പകുതിയിൽ ആളുണ്ട്. അത് ഒരു വിജയ് ഫാൻ എന്ന് പറയുമ്പോൾ സിനിമ കണ്ട് മാത്രം ഫാൻ ആവുന്ന ആൾക്കാർ അല്ല വിജയ് ഫാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് ആ ഒരു വ്യക്തിയോടുള്ള ഇഷ്ടം അത് വേറെ തന്നെയാണ്. അതുകൊണ്ട് കുറേ കുറ്റങ്ങൾ, ഫാൻസുകാർക്ക് വരെ കുറ്റങ്ങൾ കേൾക്കണ ഒരു നടൻ കൂടിയാണ് വിജയ് എന്ന് പറയുന്നത്. നമ്മൾ കുറേയൊക്കെ കുറ്റങ്ങൾ കേട്ടിട്ടുണ്ട്, കുറേ ഇതൊക്കെ ആയിട്ട് നിന്നിട്ടുണ്ട്. പക്ഷേ അതിനുള്ള ഉത്തരം എന്താന്നുള്ള ആളിപ്പോൾ കാണിച്ചിട്ടുണ്ട്. നമ്മൾക്കൊന്നും ഇനി പറയേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ എത്ര നെഗറ്റീവ് വന്നാലും ആളെ എന്തൊക്കെ പറഞ്ഞാലും അതൊന്നും ഇനി ഇവിടെ ഏൽക്കില്ല. പക്ഷെ എനിക്ക് പ്രതീക്ഷയുണ്ട് ആൾ ഒരു പടമെങ്കിലും ചെയ്യുന്നു, ഉറപ്പാ. ഗ്യാപ്പ് നോക്കിയിട്ട് ചെയ്യും. പിന്നെ എന്ന് പറയുമ്പോൾ പടം ഇൻ്റർനെറ്റിൽ വന്നു, തിയേറ്ററിൽ വീണ്ടും റിലീസായിട്ടുണ്ട്. അതൊന്നും ഈ സിനിമേനെ ബാധിക്കില്ല. കേരളത്തിൽ ബാധിച്ചാലും തമിഴ്നാട്ടിൽ ബാധിക്കില്ല. പക്ഷെ അങ്ങനെ ഇൻ്റർനെറ്റിൽ വന്നിട്ട് ഈ സിനിമ ഇറക്കി. അപ്പോൾ ആൾ എത്രത്തോളം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാവും. ആളുടെ പടമായാലും അതിൻ്റെ കൂടെ നിൽക്കുന്ന ആൾക്കാരായാലും. അതെന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിസ്റ്റത്തിന് എതിർത്തുള്ളതുകൊണ്ടാണ്. മനസ്സിലായോ? പക്ഷെ ആ സിസ്റ്റത്തിന് എതിർത്തിട്ട് അത് വിജയിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിജയിക്കാനേ അത് പറ്റുള്ളൂ. വേറൊരാൾക്കും പറ്റില്ല. അത്രയും ഫാൻസ് പവറുള്ള ഒരു വ്യക്തിയാണ്. അതിൻ്റേതായ കണ്ണുകടികളും കുശുമ്പുള്ള ആൾക്കാരുണ്ട് ചുറ്റിനും എല്ലായിടത്തും. അപ്പം നെഗറ്റീവ് എന്തായാലും വരുമെന്ന് എനിക്കറിയാം. അതൊന്നും ഒരു വിഷയമുള്ള കേസല്ല. ഇപ്പം ഈ പടം ലോസ്റ്റ് ആയാലും അതിൻ്റെ കാശ് ചിലപ്പോൾ വിജയ് കൊടുത്തു എന്ന് വരും. അപ്പോൾ ഒരു നാടിന് വേണ്ടി രക്ഷിക്കാൻ ഇറങ്ങിയ ഒരു നടൻ്റെ കഥയാണ് ഈ സിനിമ. ഒരു നാടിനെ ഇപ്പോൾ രക്ഷിക്കാൻ വേണ്ടിയിട്ട് തുനിഞ്ഞിറങ്ങിയിട്ട് ഇപ്പം അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെയുള്ള ആൾക്ക് സിനിമ ചെയ്താലൊന്നും ഒരു പ്രശ്നമില്ല. ആള് സിനിമ ചെയ്ത് ആ സിനിമ ജീവിതമാക്കി കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണെങ്കിൽ പറയാനുള്ളത്. ബാക്കിയൊക്കെ നിങ്ങൾ കണ്ട് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. ഭയങ്കര മാസ്റ്റർ പീസ് സാധനം, ഭയങ്കര മറ്റുള്ള ആൾക്കാർ പറയണ പോലെ വലിച്ചു നീട്ടി ഭയങ്കര സാധനങ്ങൾ കുത്തിക്കയറ്റിയിട്ട് പറയാമെന്ന് എനിക്ക് താല്പര്യമില്ല. അതിൻ്റെ ആവശ്യമില്ല. ഈ മനുഷ്യന് വീഡിയോ ചെയ്തിട്ട് നമുക്ക് തിയേറ്ററിലേക്ക് ആളിനെ എത്തിക്കേണ്ട ആവശ്യമില്ല. എനിക്കിപ്പോൾ ഇത് റിവ്യൂ ചെയ്ത് പറഞ്ഞ് നിങ്ങൾക്ക് എത്തിക്കേണ്ടിയും ഒരു ആവശ്യമില്ല ആ മനുഷ്യനെ വെച്ച് നോക്കുമ്പോൾ. പക്ഷെ ഞാൻ ഒരു ഫാനാണ്, എനിക്കത് ആവശ്യമാണ്. ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളത്. മറ്റൊരു വീഡിയോ വരുന്ന ബൈ.